കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചതിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. മന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. സംസ്ഥാന വ്യാപകമായി DMO ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും. മന്ത്രിയെ മാറ്റിയില്ലെങ്കിൽ ഒരുപാട് നിരപരാധികൾ ഇനിയും മരിക്കുമെന്ന് കെ മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പൊതുജനാരോഗ്യത്തെ താരടിക്കാൻ മരണവ്യാപാരികളുടെ ആഭാസ നൃത്തമെന്ന പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും പഴിചാരി ദേശാഭിമാനി എഡിറ്റോറിയൽ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ബിന്ദുവിന്റെ വീട്ടിലെത്തും. അതേസമയം അപകടത്തിൽ കളക്ടറുടെ അന്വേഷണം തുടരുകയാണ്. റോഷിപാലും അഖിലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം റോഷിപാലിലേക്ക് പോകാം. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, വെരി ഗുഡ് മോർണിംഗ്. അഖിൽ, ഇപ്പോൾ ഒരു ഭാഗത്ത് ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. അതേസമയം ദേശാഭിമാനി പാർട്ടി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ നമ്മൾ കാണുമ്പോൾ അതൊരു സമരാഭാസം എന്ന് വിശേഷിപ്പിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിൽ ചില വിദേശ മൂലധനമുണ്ടെന്നൊക്കെ ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്നെങ്ങനെയാണ് കേരളത്തിലെ പ്രതിഷേധം? യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷവും ശക്തമാക്കുമോ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വേണ്ടിയുള്ള രാജിയുടെ മുറവിളി? അരുൺകുമാർ, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധം കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നത്. മാത്രവുമല്ല, അവിടെ രോഗിയുടെ കൂട്ടിരിപ്പുകാരി കൂടി മരിച്ച ഒരു സാഹചര്യത്തിൽ നേരത്തെ ഹാരിസ് ചിറക്കൽ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ അതുമായി ചേർത്തുകൊണ്ടാണ് പ്രതിപക്ഷം സമരരംഗത്തേക്ക് ഇറങ്ങിയത്. ആദ്യം കോൺഗ്രസ് സമരം തുടങ്ങിയതാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു ദുരന്തം കോട്ടയത്തുണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ KPCC അധ്യക്ഷൻ തന്നെ കോട്ടയത്തെത്തി ഈ വിഷയം ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തി. ഇന്നലെ കേരളം ആകെ സമരമായിരുന്നു പ്രതിപക്ഷ യുവജന സംഘടനകളുടേത്. ഇന്ന് തലസ്ഥാനത്തുൾപ്പെടെ ഭൂരിഭാഗം ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. തലസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി തൈക്കാട് ഹൗസിലേക്കാണ് മാർച്ച്. അങ്ങനെ തുടർച്ചയായ പ്രക്ഷോഭങ്ങളാണ് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും പ്രതിഷേധമുണ്ട്. വരും ദിവസങ്ങളിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകും. മന്ത്രി രാജിവെക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രതിഷേധം കൊണ്ട് ഇവിടെ അവസാനിക്കില്ല. ആരോഗ്യമന്ത്രിക്കെതിരെ വരും ദിവസങ്ങളിലും കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. റോഷി, ഇന്നിപ്പോൾ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം എന്നാണ്. കോട്ടയം സംഭവത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്തെല്ലാം നെറികെട്ട ആക്ഷേപങ്ങളാണ് നിരത്തുന്നത്. രക്ഷാപ്രവർത്തനം വൈകി, അവശിഷ്ടങ്ങൾക്കിടയിൽ ആരുമില്ലെന്ന് മന്ത്രിമാർ പറഞ്ഞതാണ് മരണകാരണം എന്നിങ്ങനെ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ എറിഞ്ഞുകൊടുക്കുന്ന വാർത്തകൾ ഏറ്റെടുത്ത് സമരം നടത്താനും വഴി സ്തംഭിപ്പിക്കാനും ആംബുലൻസ് തടയാനും കോൺഗ്രസിൻ്റെ മുൻ മന്ത്രിയും MLA-മാരുമടക്കം രംഗത്ത് വന്നു എന്നാണ് പാർട്ടിയുടെ പത്രത്തിൽ പറയുന്നത്. മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം എന്നാണ്. പാർട്ടി ഈ സമരത്തെ പൂർണ്ണമായും നേരിടാൻ ഉറച്ചോ റോഷി? അരുൺകുമാർ, CPM നേതൃത്വം പൂർണ്ണമായും ആരോഗ്യമന്ത്രിക്ക് പിന്തുണ നൽകി കഴിഞ്ഞു. മാത്രവുമല്ല, മുൻ ആരോഗ്യമന്ത്രിമാരടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീണ ജോർജിന് പിന്തുണയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിഷയം വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം അത് വ്യാപകമായ പ്രചാരണത്തിലേക്കും സമരത്തിലേക്കും കടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർട്ടി മുഖപത്രം തന്നെ പ്രതിരോധം തീർക്കുന്നത്. അതിൽ ഒരു പ്രധാന പത്രത്തിലെ ഒരു വാർത്ത കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിരൂക്ഷ വിമർശനം മാധ്യമങ്ങൾക്കെതിരെയുള്ളത്. അതിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ വിപുല സാധ്യതകൾ സ്വകാര്യ ആശുപത്രികൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് ഈ ചികിത്സ നൽകാനുള്ള ധൈര്യം ഡോക്ടർമാർക്കില്ല എന്ന ഒരു പത്രത്തിൽ വന്ന വാർത്ത കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മുഖപത്രത്തിൽ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, മാധ്യമങ്ങൾ ഇത് പ്രതിപക്ഷവുമായി ചേർന്നുകൊണ്ട് സർക്കാരിന് അല്ലെങ്കിൽ ആരോഗ്യമേഖലയെ പാവപ്പെട്ടവർക്ക് ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന ആരോഗ്യമേഖലയെ തകർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ അവർ എഴുതി ചേർത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധമാണ്. അത് പ്രതിഷേധം ശക്തമാകുമ്പോൾ അത് സ്വാഭാവികമായും സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലാകും. അങ്ങനെ ഒരു സാഹചര്യം തുടക്കത്തിൽ തന്നെ തടയുക എന്ന ലക്ഷ്യമിട്ട് തന്നെയാണ് ഇങ്ങനെ പാർട്ടി നേതൃത്വവും ഒപ്പം തന്നെ പാർട്ടി മുഖപത്രവും രൂക്ഷമായ ഭാഷയിൽ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഓക്കെ റോഷി, ഞാൻ തിരിച്ചു വരാം. അഖിലിലേക്ക് ഞാൻ വരാം. അഖിൽ, അതിനു മുമ്പ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. എന്താണ് ആരോഗ്യവകുപ്പ് മന്ത്രിയെക്കുറിച്ച് കെ മുരളീധരൻ പറഞ്ഞത്? കേൾക്കും. ആരോഗ്യമന്ത്രിയെ എത്രയും പെട്ടെന്ന് മന്ത്രിസഭയിൽ നിന്ന് നീക്കിയില്ലെങ്കിൽ ഒരുപാട് നിരപരാധികൾ ഭാവിയിലും സർക്കാർ ആശുപത്രികളിൽ മരണപ്പെടും. ഇത് പറയുമ്പോൾ അവർ എൻ്റെ മെക്കട്ടേക്കൊക്കെ ചാടിക്കയറുന്നത് അത് ഒരു കാര്യമില്ല. വിമർശനം സഹിക്കാൻ വയ്യെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ ഈ പണിക്ക് വരരുത്. മന്ത്രി പറഞ്ഞത് ഇത്
ഒഴിപ്പിച്ച് കിടക്കുന്നൊരു കെട്ടിടമാണ്. അപ്പോൾ ഈ കെട്ടിടം തകർന്നു വീണത് എന്തോ സർക്കാരിനെ മോശപ്പെടുത്താൻ കെട്ടിടം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇത് മന്ത്രി പറഞ്ഞത്. അപ്പോൾ വളരെ ഗൗരവമല്ലേ കാര്യം. അപ്പോൾ മന്ത്രി പച്ചക്കള്ളം പറയാണ്. ഓക്കെ, അഖിൽ, ഇന്നിപ്പോൾ അന്വേഷണമാണ് കോട്ടയത്ത് ഇപ്പോൾ നടക്കുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുക. കോട്ടയം എങ്ങനെ, മെഡിക്കൽ കോളേജും പരിസരമൊക്കെ ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നോ? ഡോക്ടർ അരുൺകുമാർ, സുരക്ഷിതമാണ്, മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ മെഡിക്കൽ കോളേജിൻ്റെ ഇന്നലെ ഉണ്ടായ സമരങ്ങളും പ്രതിഷേധങ്ങളും പോലും ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താത്ത രീതിയിൽ തന്നെയായിരുന്നു മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ സമരം നടത്തിയിരുന്നത്. കാരണം ആളുകളുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന തരത്തിൽ പക്ഷേ പ്രതിഷേധം കൃത്യമായി അറിയിക്കണം എന്നൊരു കാര്യം, അത് ആ രീതിയിൽ തന്നെയായിരുന്നു പ്രതിഷേധം. അതുകൊണ്ട് ഇന്ന് കാര്യമായ പ്രതിഷേധങ്ങളേക്കൊന്നും മെഡിക്കൽ കോളേജ് സാക്ഷിയാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കളക്ടറുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തുടർ അന്വേഷണങ്ങൾ ഇന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും 2 റിപ്പോർട്ടുകളാണ് കളക്ടർ സമർപ്പിക്കുന്നത്. ഒന്ന് മനുഷ്യാവകാശ കമ്മീഷനും, അത് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ കളക്ടറോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി നിർദ്ദേശപ്രകാരമുള്ള ഒരാഴ്ചക്കുള്ളിൽ സമർപ്പിക്കേണ്ട റിപ്പോർട്ടും, ഈ 2 റിപ്പോർട്ടുകളാണ് കളക്ടർ നടത്തുന്നത്. അതിൽ പ്രധാനമായും എന്തുകൊണ്ടാണ് ഈ അപകടം നടന്നത്, അതിന്റെ കാരണമാണ് കണ്ടെത്തുന്നത്. മറ്റ് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ രക്ഷാപ്രവർത്തനം വൈകി, അതോടൊപ്പം തന്നെ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു. അതായത് ആദ്യഘട്ടത്തിൽ മന്ത്രി ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആളുകൾ ഉദ്യോഗസ്ഥർ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യ പ്രതികരണം നടത്തിയത്. എങ്കിൽ അത്തരത്തിൽ ഒരു തെറ്റിദ്ധാരണപരമായ കാര്യങ്ങൾ മന്ത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് നടത്തിയത് കാര്യം അന്വേഷിക്കണം. ഒപ്പം തന്നെ ഈ ഡിസ്ചാർജ്, അതായത് ഈ രോഗികളോട് ഡിസ്ചാർജ് വാങ്ങിപ്പോകണം എന്ന കാര്യം ചില ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അപ്പോൾ ആ കാര്യങ്ങൾ പരിശോധിക്കും. ഒപ്പം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബലക്ഷയം, കെട്ടിടത്തിന് 2013 തന്നെ ബലക്ഷയം കണ്ടെത്തിയിരുന്നു എന്നാണ് ആരോഗ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ആ കാര്യങ്ങളും അനുബന്ധമായ രേഖകൾ, കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിക്കുന്ന രേഖകൾ, ഇത് മാറ്റുന്നതിന് വേണ്ടി, അതായത് ഈ പൂർണ്ണമായും ഈ കെട്ടിടം പൊളിച്ച് കളയണം എന്ന നിലയിൽ 2024 ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ, ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിക്കും. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണതെന്ന് PWD എഞ്ചിനീയർമാരുടെ സഹായത്തോടുള്ള പരിശോധന നടത്തും. അതിന്റെ റിപ്പോർട്ടുകളടക്കം ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട്, 7 ദിവസമാണ് സമയം തന്നിരിക്കുന്നത്, അതിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജില്ലാ കളക്ടർ ഇന്നലെ ആ സ്ഥലം സന്ദർശിച്ച് ആദ്യ പ്രതികരണത്തിൽ തന്നെ ഇതിൽ സൂപ്രണ്ടിന് വീഴ്ചയില്ല, രക്ഷാപ്രവർത്തനം വൈകിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അവിടേക്ക് ഈ ഹിറ്റാച്ചി കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ഇതിന്റെ ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പെട്ടെന്ന് തന്നെ ഒരു ആളെ കൊണ്ടുവരുന്ന, ഹിറ്റാച്ചി കൊണ്ടുവരുന്ന ശ്രമം ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ കളക്ടർ പരിശോധിച്ച് അതിന്റെ കൃത്യമായ ഒരു റിപ്പോർട്ട് തന്നെ സമർപ്പിക്കുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്. എന്തായാലും കളക്ടർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, അതിന്റെ നടപടി തുടങ്ങിയാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് നൽകുമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. റോഷിപാലും അഖിലുമാണ് വിവരങ്ങൾ നൽകിയത്.